മൂന്നാം പിണറായി സർക്കാർ എന്ന LDF സ്വപ്നങ്ങളിലേക്ക് കരിനിഴൽ വീഴ്ത്തി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം. നാടും നഗരവും ഇടതുപക്ഷത്തെ കൈവിട്ടപ്പോൾ മിന്നുന്ന വിജയമാണ് UDFന് നേടാനായത്. ഇളകാത്ത ഇടതുകോട്ടകൾ പലതും തകർന്നടിഞ്ഞു. ചരിത്രത്തിലാദ്യമായി കൊല്ലം കോർപ്പറേഷനിൽ തോൽവി സംഭവിച്ചു. തിരുവനന്തപുരത്തും സ്ഥിതി സമാനമായിരുന്നു. തൃശൂരിലും ഭരണം നഷ്ടമായപ്പോൾ ആകെ പ്രതീക്ഷയുണ്ടായത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ്. മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിച്ച പലരും തോൽവി ഏറ്റുവാങ്ങിയതും LDFന് തിരിച്ചടിയുണ്ടാക്കി. ഭരണ നേട്ടങ്ങളൂന്നിയായിരുന്നു LDFന്റെ പ്രചാരണം. പെൻഷൻ വർധനവും സ്ത്രീ സുരക്ഷാ പെൻഷനും പ്രചാരണ ആയുധമാക്കി. രാഹുൽ മാങ്കൂട്ടത്തൽ വിഷയം പ്രചാരണ ആയുധമാക്കിയെങ്കിലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദമുയർത്തി കോൺഗ്രസിന്റെ ചെറുത്തുനിൽപ്പ് ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. വെൽഫെയർ UDF ബാന്ധവം എന്ന ആരോപണവും വിലപ്പോയില്ല. ജോസ് കെ മാണിയുടെ സാമീപ്യവും മധ്യ കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ LDFനായില്ല. സ്ത്രീ പ്രവേശനത്തിന്റെ കളങ്കം മായ്ക്കാൻ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് NSSനെ അടക്കം അടുപ്പിച്ചെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തിരിച്ചടിച്ചു. അതേസമയം ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും UDFന്റെ മുൻതൂക്കമാണ് കാണുന്നത്. കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയ പലയിടത്തും ഇത്തവണ UDF തിരിച്ചുവന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള, ഭരണപരാജയം, PM ശ്രീ എന്നിവ മുൻനിർത്തിയായിരുന്നു UDFന്റെ ഇത്തവണത്തെ പ്രചാരണം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർധന, വിലക്കയറ്റം തുടങ്ങിയവയും UDF പ്രചാരണായുധമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA അമ്പരപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.